കല്യാണസുന്ദരതനും കാരുണ്യാമൃതലോചനം കാരുണ്യനിത്യബോധായ ശ്രീനാരായണ ഗുരും ഭജേ. നമഃ ശ്രീനാരായണ ഗുരുദേവ മഹാത്മനി അവതാരവരിഷ്ഠായ പൂർണ്ണബ്രഹ്മസ്വരൂപിണേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഗുരുപാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് ഗുരുവിൻ്റെ ശിഷ്യ പ്രശിഷ്യ പരമ്പരയെ സ്മരിച്ചുകൊണ്ട് സ്നേഹനിധികളായ ശിവഗിരി സാഹോദര്യം സ്മൈൽ കുടുംബാംഗങ്ങളെ, സജ്ജനങ്ങളെ, എല്ലാവർക്കും ഗുരുദേവ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് നാം സ്മരിക്കുന്നത് തപസ്വിനി അമ്മയെയാണ്. ശ്രീനാരായണ പ്രസ്ഥാനത്തെ പറ്റി പഠിക്കുന്നവർക്ക് തപസ്വിനി അമ്മയെ ശ്രദ്ധിക്കാതിരിക്കുവാൻ കഴിയുന്നതല്ല. അഥവാ തപസ്വിനി അമ്മയെ അറിയുന്നില്ല എങ്കിൽ ശ്രീനാരായണ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയ്ക്ക്, അറിവിന് പല പരിമിതികളുണ്ട് എന്ന് കരുതേണ്ടി വരും. ഈ മഹതി ഒരു സന്യാസിയായിരുന്നുവോ? സന്യാസം ആര് കൊടുത്തു? തപസ്വിനി എന്ന് കേൾക്കുമ്പോൾ ഒരു സന്യാസിനിയുടെ ചിത്രമായിരിക്കും പരിചയമില്ലാത്തവരുടെ ഉള്ളിൽ ഉണ്ടാവുക. അവർ അവിവാഹിതയായിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. കുടുംബ ബന്ധങ്ങൾ വിട്ട് ത്യാഗിയായി ജീവിച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. തപസ്വിനി അമ്മയെ അറിഞ്ഞു തുടങ്ങുമ്പോൾ നമ്മുടെ സങ്കല്പങ്ങളെല്ലാം മാറിപ്പോകും. തപസ്വിനി അമ്മയുടെ ഒരു പ്രത്യേകത, അവർ പ്രസിദ്ധിയെ ആഗ്രഹിച്ചിരുന്നേയില്ല. അങ്ങനെ വല്ല സന്ദർഭവും ആരെങ്കിലും സൃഷ്ടിച്ചാൽ സ്വതേയുള്ള അവരുടെ ഒരു സൗമ്യഭാവമുണ്ട്. ആ ഭാവത്തോടെ തന്നെ അവർ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറും. അങ്ങനെ ഒരു അവസരമേ ഉണ്ടാകാറില്ല എന്നതായിരുന്നു യാഥാർത്ഥ്യം. രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഒപ്പം സഹവസിച്ചവരുടെ, പ്രവർത്തിച്ചവരുടെ മൊഴികളിൽ നിന്നും തലമുറക്കാർ കേട്ട ഒരു കാര്യമുണ്ട്. ഗാന്ധിജിയും കസ്തൂർബ ഗാന്ധിയും തപസ്വിനി അമ്മയെ സന്ദർശിച്ചിരുന്നു എന്നത്. ഇത് കേട്ടുകഴിവ് മാത്രമാണ്. പക്ഷെ അതിന് നമുക്ക് തെളിവുകളൊന്നുമില്ല. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ എറണാകുളത്ത് വന്നപ്പോൾ ക്ഷണിക്കാതെ തന്നെ
തപസ്വിനി അമ്മയെ സന്ദർശിക്കുകയുണ്ടായി. അഖിലേന്ത്യാ കോൺഗ്രസ് സമ്മേളനം എറണാകുളത്ത് നടന്നപ്പോൾ അതിൽ പങ്കെടുക്കുവാൻ വന്ന ജഗജീവൻ റാം തപസ്വിനി അമ്മയെ സന്ദർശിക്കുകയുണ്ടായി. എന്ന് മാത്രമല്ല, പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും തപസ്വിനി അമ്മയുടെ പ്രവർത്തനങ്ങളെ ശ്ലാഘിച്ചുകൊണ്ടുള്ള ഒരു കത്തും അവർക്ക് ലഭിക്കുകയുണ്ടായി. ഇതൊക്കെ തെളിവുണ്ട്, അതിൻ്റെ ചിത്രങ്ങളുമുണ്ട്. ഗ്രൂപ്പിൽ നമുക്ക് വരും ദിവസങ്ങളിൽ അത് കാണാം. അപ്പം അവർ തുടക്കം കുറിച്ച ഒരു പ്രസ്ഥാനത്തിൻ്റെ പേരിലല്ല അറിയപ്പെടുന്നത്. അവരുടെ ഒരു നിത്യസ്മാരകമായി കരുതാവുന്ന സ്ഥാപനം അത് ശ്രീനാരായണ ഗുരുദേവന്റെ നാമധേയത്തിലാണ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. പ്രശസ്തമായ നിലയിൽ ഇന്നും അത് തുറന്നു പോരുകയാണ്. അതാണ് ശ്രീനാരായണ വിദ്യാർത്ഥിനി സദനം. ഇത് 1921 ആരംഭിക്കുകയുണ്ടായി. ശ്രീനാരായണ വിദ്യാർത്ഥിനി സദനം, SNV സദനം, തിരുവനന്തപുരത്ത് ആരംഭിച്ചത് 1924 ഓർക്കണം. അതിനും 3 വർഷം മുമ്പ് തപസ്വിനി അമ്മ ശ്രീനാരായണ വിദ്യാർത്ഥിനി സദനത്തിന് സമാരംഭം കുറിച്ചു. തിരുവനന്തപുരത്തെ SNV സദനം ആരംഭിച്ചത് സദന മാതാവ് നാരായണി അമ്മയാണെന്ന് നമുക്കറിയാം. ഗുരുദേവൻ തന്നെ നേരിട്ട് നിയോഗിക്കുകയായിരുന്നു അതിന്. തൻ്റെ ഭർത്താവുമൊത്ത് ഗുരുദേവ ആജ്ഞപ്രകാരം അവർ ശിവഗിരിയിൽ ചെല്ലുകയും തൃപ്പാദങ്ങൾ 1 പവൻ അവരുടെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് പഠിക്കാനെത്തുന്ന പെൺകുട്ടികൾക്ക് താമസിക്കുവാൻ തിരുവനന്തപുരത്തൊരു സൗകര്യം ഏർപ്പെടുത്തണം എന്ന് കൽപ്പിക്കുകയും ചെയ്തതനുസരിച്ചാണ് അവരുടെ പരിശ്രമം ആരംഭിക്കുന്നത്. എന്നാൽ ആരുടെ കൽപ്പന അനുസരിച്ചാണ് ഈ പറഞ്ഞ തപസ്വിനി അമ്മയുടെ സംരംഭം തുടങ്ങിയത് എന്ന് വ്യക്തതയില്ല. അത് രേഖകളുടെ കാര്യത്തിലാണ് പറയുന്നത്. എന്നാൽ ശ്രീനാരായണ ഗുരുദേവന്റെ പേരിൽ അത് ആരംഭിച്ചെങ്കിൽ ഗുരുവിനോടായിരുന്നു അവരുടെ പൂർണ്ണ വിധേയത്വം എന്ന് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. 95-ാം വയസ്സിലാണ് തപസ്വിനി അമ്മ ചരമഗതി അടയുന്നത്. തപസ്വിനി അമ്മയെ അടക്കം ചെയ്തിരിക്കുന്നത് സഹോദരൻ അയ്യപ്പനെയും പാർവതി അയ്യപ്പനെയും അടക്കം ചെയ്തിരിക്കുന്ന ആലുവ തോട്ടുമുഖത്തുള്ള ശ്രീനാരായണ ഗിരിയിലാണ്. അതിൻ്റെ ഒരു അടയാളം അവിടെ പ്രത്യേകം പരിപാലിച്ചിട്ടുണ്ടോ എന്നറിയുന്നില്ല, ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടതാണ്. 1880 അവരുടെ ജനനം എന്ന് പറഞ്ഞാൽ സഹോദരൻ അയ്യപ്പനേക്കാൾ
9 വയസ്സിന് മൂപ്പുണ്ടായിരുന്നു അവർക്ക്. സഹോദരൻ അയ്യപ്പൻ്റെ നാട്ടിൽ തന്നെയായിരുന്നു അവരുടെ ജനനം. ചെറായിൽ ഒരു ധനശേഷിയുള്ള ഭവനത്തിലായിരുന്നു അവരുടെ ജനനം. അപ്പോൾ 1975 യശശ്ശേരിയായി എന്ന് പറയുമ്പോൾ ഓർത്തോണം, അവരുടെ വിയോഗത്തിൻ്റെ 50-ാം വർഷം കഴിഞ്ഞു പോവുകയാണ്. ഇനി ഒരു മാസം കൂടെ കഴിഞ്ഞാൽ 51-ാം വർഷത്തിലേക്ക് കടക്കും. അതുകൊണ്ടാണ് ഈ 50-ാം വർഷം കടന്ന് പോകുന്നതിന് മുമ്പ് തന്നെ അവരെ ഒന്ന് സ്മരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചത്. അച്ചുക്കുട്ടി എന്നായിരുന്നു പിതാവിൻ്റെ പേര്. അദ്ദേഹത്തിന് ഒരു പ്രത്യേകത, കൊച്ചിയിലെ ആദ്യത്തെ ഈഴവ മെട്രിക്കുലേറ്റ് ആയിരുന്നു. മെട്രിക്കുലേഷൻ പരീക്ഷ പാസ്സായ കൊച്ചിയിലെ ആദ്യ ഈഴവനായിരുന്നു അദ്ദേഹം. അദ്ദേഹം വൈദ്യനായിരുന്നു. നമുക്കറിയാം കൊച്ചിയുടെ പ്രത്യേകത, വൈദേശികര് കൂടുതൽ വന്ന് അണയുന്നത് അവിടെയാണ്. അധിനിവേശത്തിൻ്റെ ഭാഗമായി വന്നവർ പലരും അവിടെ സ്ഥിരതാമസമാക്കി. അങ്ങനെ അലോപ്പതി പല സംസ്കാരങ്ങൾ പ്രചരിച്ച കൂട്ടത്തിൽ ഹോമിയോപ്പതി, നാച്ചുറോപ്പതി, ഇങ്ങനെയുള്ള പുതിയ പുതിയ ചികിത്സാ രീതികൾ വന്നു. അത് ഏറെക്കുറെ പ്രചരിച്ചു കൊണ്ടിരുന്ന ഒരു ഘട്ടമാണത്. തൻ്റെ ബുദ്ധിവൈഭവം ഒന്നുകൊണ്ട് മാത്രം ഇദ്ദേഹത്തിൻ്റെ പരമ്പരാഗതമായ ആയുർവേദ വിജ്ഞാനത്തിനുപരി അലോപ്പതിയും ഹോമിയോയും നാച്ചുറോപ്പതിയും കൂടി അദ്ദേഹം പഠിക്കുകയും സന്ദർഭം പോലെ അതിനെ വിജയകരമായി പ്രയോഗിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. തപസ്വിനി അമ്മയ്ക്ക് സഹോദരങ്ങൾ ആരെങ്കിലും ഉണ്ടായിരുന്നുവോ? ഉള്ളതായി ഒരിടത്തും കാണുന്നില്ല. ഈ മകളെ പിതാവ് തന്നെ, അന്നത്തെ കാലത്ത് അങ്ങനെയാണ്, പെൺപള്ളിക്കൂടമൊക്കെ അതിനും പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ഉണ്ടായി എന്ന് വരികിലും അവിടെയൊക്കെ ഈഴവ കുട്ടികൾക്ക് പ്രവേശനം സാധ്യമായിരുന്നില്ല. സർവർക്കുമായി വിദ്യാലയങ്ങൾ തുറന്ന് കൊടുത്തിട്ട് വർഷങ്ങൾ, പതിറ്റാണ്ടുകൾ കഴിഞ്ഞിരുന്നാലും നാട്ടുനടപ്പ് ഒരു ഈഴവ കുട്ടിയെ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ സവർണ വിദ്യാർത്ഥികളെല്ലാം ഒഴിഞ്ഞു പോകും എന്ന കാരണം പറഞ്ഞ് ആ പ്രവേശനം നിഷേധിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് കഴിയുന്നതും വീട്ടിൽ വിദ്വാൻമാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ തന്നെ പെൺകുട്ടികളെ പഠിപ്പിക്കുകയായിരുന്നു പതിവ്. അങ്ങനെ പിതാവിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസം ലഭിച്ചു. ഈ തപസ്വിനി അമ്മയുടെ പ്രത്യേകത വളരെ സുമുഖിയായിരുന്നു. അതുപോലെ ഒരു ഓമനത്വം, അത് കുട്ടിക്കാലത്ത് മാത്രമല്ല വാർദ്ധക്യത്തിലും ആ ഒരു ഓമനത്വം അവരുടെ മുഖത്തുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഐശ്വര്യമുള്ള മുഖം,
എന്ന് എല്ലാവരും അംഗീകരിച്ച ഒരു വസ്തുത. അപ്പോൾ ഈ ബാഹ്യ സൗന്ദര്യം മാത്രമല്ല അവർക്കുണ്ടായിരുന്നത്, അതിന് ചേർന്ന ബുദ്ധി വൈഭവവും കൂടി ഉണ്ടായിരുന്നു. അപ്പൊ സാധാരണ പോലെയുള്ള ബാല്യസഹജമായ കുസൃതികളൊക്കെ കുറവ് എന്ന് മാത്രമല്ല, എന്ത് നിരീക്ഷിക്കുവാനുള്ള കഴിവ്, ആവശ്യമില്ലാതുള്ള സംഭാഷണങ്ങളില്ല. ഇദ്ദേഹം വൈദ്യനായിരുന്നതുകൊണ്ടും തപസ്വിനി അമ്മയുടെ അവരുടെ വീട്ടിലെ വിളിപ്പേര് പപ്പിക്കുട്ടി എന്നായിരുന്നു. ഈ തപസ്വിനി അമ്മയുടെ അച്ഛൻ, അവർ എറണാകുളം കലൂരാണ്. അദ്ദേഹം കൊട്ടാരം വൈദ്യനായിരുന്നു അന്നത്തെ കാലത്ത്. കൊട്ടാരം വൈദ്യൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു പദവിയാണ്. അച്ഛനാണെങ്കിൽ ഇതുപോലെ ചികിത്സാ പ്രവീണനും. അപ്പം ആ നിലയ്ക്ക് നാട്ടിലുള്ള ഒരു ബഹുമതിയുണ്ട് ഇവരെ കുറിച്ച്. അങ്ങനെ ഒരു സ്കൂളിൽ പ്രവേശനം ലഭിക്കുകയുണ്ടായി. ഇംഗ്ലീഷുകാരുമായിട്ടൊക്കെയുള്ള സ്വകാര്യ ബന്ധങ്ങളൊക്കെ അതിന് പ്രയോജനപ്പെട്ടിട്ടുണ്ടാവണം. സ്കൂളിലും പഠനം തുടരുകയാണ്. അധ്യാപകരുടെ എല്ലാം വത്സല ശിഷ്യയായി. അപ്പോൾ അവിടെ ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട്. പൊതുവിലൊരു കാര്യം പറഞ്ഞു വരുമ്പോൾ ഒരധ്യാപകൻ ഇങ്ങനെ പറഞ്ഞു: ഈ വാലന്മാരും അരയന്മാരും അവർ ഈ മീൻ പിടിച്ച് കഴിയുന്നവരാണ്. അന്നത്തെ ഒരു സാമൂഹ്യ ശാസ്ത്രം പറഞ്ഞതാണ്. ഈഴവർ തീയർ പൊതുവെ ഈ കള്ള് ചെത്തി എടുക്കുന്നവരും മറ്റുമാണ്. അവർക്ക് പൊതുവെ ഈ വിദ്യാഭ്യാസത്തോടൊക്കെ താല്പര്യമില്ലാത്തവരും ബുദ്ധി കുറഞ്ഞവരുമാണ്. അപ്പം സൗമ്യയായ ഈ കുട്ടി എഴുന്നേറ്റ് സാറിനോട് ആ സൗമ്യതയിൽ തന്നെ ചോദിക്കുന്നു: അങ്ങനെയാണെങ്കിൽ എൻ്റെ വല്യച്ഛൻ കൊട്ടാരം വൈദ്യനാണല്ലോ, എൻ്റെ അച്ഛൻ വൈദ്യനാണല്ലോ, അതുപോലെ നമ്മുടെ അടുത്ത് തന്നെയുള്ള കറുപ്പൻ മാസ്റ്റർ, അദ്ദേഹം അരയനാണല്ലോ, അരയരെയും കൂടെ കൂട്ടിയാണ് പറഞ്ഞത്. അദ്ദേഹം വലിയൊരു സംസ്കൃത പണ്ഡിതനാണല്ലോ, കവിതയൊക്കെ എഴുതുന്നല്ലോ. ആ അധ്യാപകൻ ഒരു സംസ്കാരമുള്ള ആളായിരുന്നു. ഈ കുട്ടിയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ഈ കുട്ടി പറഞ്ഞത് കാര്യമാണല്ലോ. അപ്പൊ ആ കുട്ടിയെ വാത്സല്യത്തോടെ തന്നെ ഇടപെട്ട് പറഞ്ഞു വിടുകയാണ് ചെയ്തത്. അദ്ദേഹം ക്ഷോഭിച്ചില്ല. ആ കുട്ടിയുടെ വാക്കുകൾ അധ്യാപകനെ ഇരുത്തി ചിന്തിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ നിന്ന് ഒരു കാര്യം ശ്രദ്ധിച്ചോണം: ഈ മുന്നോട്ട് കാണാൻ പോകുന്ന തപസ്വിനി അമ്മയുടെ ഈ പ്രവൃത്തികൾക്കല്ല ഇതേ രീതിയിൽ ഒരു പ്രതികരണമാണ് വരുന്നത്. ആരും അവരോട് ക്ഷോഭിച്ചിട്ടില്ല, ക്ഷോഭിക്കാൻ തോന്നുമായിരുന്നില്ല. ഒരിടത്തും അവരുടെ വഴി തടഞ്ഞിട്ടില്ല, തടയുവാൻ തോന്നുമായിരുന്നില്ല. ഒരു ദേവദൂത വരുന്നത് പോലെ. ഒരുപക്ഷെ ഉഷ്ണകാലത്താണെങ്കിൽ പോലും അവർ കടന്നു വരുമ്പോൾ സുഗന്ധമുള്ള ഒരു ഇളങ്കാറ്റ് സമീപിച്ചതുപോലൊരു തോന്നലാണ്. അത് അവരുടെ ഒരു വ്യക്തിത്വ വിശേഷമായിരുന്നു. ആ സ്കൂളിലെ പഠിത്തം, അതിനെക്കുറിച്ചൊന്നും നമുക്കൊരു നിശ്ചയമില്ല.
പക്ഷേ പിതാവിന് തോന്നി ഇവളെ കൂടുതൽ പഠിപ്പിക്കണം. അങ്ങനെ പ്രസിദ്ധനായ പണ്ഡിറ്റ് കറുപ്പൻ മാസ്റ്ററുടെ അടുത്തേക്കാണ് വിടുന്നത്. അദ്ദേഹം അതിനടുത്ത് തന്നെയാണ്. കറുപ്പൻ മാസ്റ്ററും പിതാവും തമ്മിൽ ആത്മ സുഹൃത്തുക്കളാണ്. ആ നിലയിൽ അവർ തമ്മിൽ ഇടയ്ക്കൊക്കെ കാണാറുണ്ട്. ഈ വൈദ്യരുടെ ഗൃഹം സന്ദർശിക്കാറുണ്ട്. അങ്ങനെ അവിടെ ചെന്ന് സംസ്കൃത പഠനം തുടങ്ങി. ഈ ശിഷ്യയെ സംബന്ധിച്ച് കറുപ്പൻ മാസ്റ്റർക്ക് മുമ്പിനാലെ തന്നെ മതിപ്പുണ്ട്. ഇവരുടെ ഈ വീക്ഷണത്തെ വികസിപ്പിക്കുന്നതിൽ എന്ന് മാത്രമല്ല, അതിനെ ശുദ്ധീകരിക്കുന്നതിലും കറുപ്പൻ മാസ്റ്റർക്ക് നല്ലൊരു പങ്കുണ്ട്. ഇത് എത്ര കാലം പഠിച്ചുവെന്ന് നമുക്ക് അറിയില്ല. അപ്പം നമ്മൾ ഒരു പശ്ചാത്തലവും കൂടെ പരിഗണിക്കണം. 1880 ജനിച്ചതെങ്കിൽ ഇപ്പം ഏതാണ്ട് 1895, ഒരു 10-15 വയസ്സൊക്കെ എത്തിയതേ ഉള്ളൂ പപ്പിയമ്മയ്ക്ക് അല്ലെങ്കിൽ തപസ്വിനി അമ്മയ്ക്ക്. ശ്രീനാരായണ ഗുരുദേവന്റെ ഈ പാദസ്പർശം വൈകാതെ തന്നെ കൊച്ചി ഭാഗത്തുണ്ടാവുകയാണ്. അവിടുന്ന് സഹോദരൻ അയ്യപ്പൻ്റെ വീട് സന്ദർശിക്കുന്നുണ്ട്. കൊച്ചി മേഖലയിൽ വന്നാൽ അവിടം സന്ദർശിക്കുന്നതിൻ്റെ ഉദ്ദേശം, അന്ന് സഹോദരൻ അയ്യപ്പൻ ഇതുപോലെ ബാലനാണ്. സഹോദരൻ അയ്യപ്പൻ്റെ മൂത്ത ജ്യേഷ്ഠൻ അച്യുതൻ വൈദ്യരെന്നൊരു മുനിതുല്യനായി ജീവിച്ച ഒരു വൈദ്യരുണ്ടായിരുന്നു. അദ്ദേഹം വീട് വിട്ട് ആ പുരയിടത്തിൽ തന്നെ പ്രത്യേകം ഒരു കുടിൽ കെട്ടി അവിടെയാണ് താമസിച്ചു വന്നത്. തികച്ചും സാത്വികമായ ജീവിതം. ഗുരുദേവൻ ആ കുടിൽ സന്ദർശിക്കുമായിരുന്നു. ദീർഘനേരം അവർ തമ്മിൽ സംഭാഷണം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാം അച്യുതൻ വൈദ്യരുടെ പാണ്ഡിത്യത്തിൻ്റെ അളവ്. അവിടെ ചട്ടമ്പി സ്വാമികളും എത്തിയിട്ടുണ്ടത്രേ. ചട്ടമ്പി സ്വാമികൾ ഏതാനും ദിവസം അവിടെ താമസിച്ചു പോയി എന്ന് പറയുമ്പോൾ അച്യുതൻ വൈദ്യരെ ഒന്നുകൂടി നമുക്ക് ആഴ്ത്തി മനസ്സിലാക്കാം. കുമാരനാശാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിച്ചിരുന്ന ഒരാൾ. അച്യുതൻ വൈദ്യരുടെ അകാല നിര്യാണത്തിൽ കവിത പോലും എഴുതിയിട്ടുണ്ട്. കാളികുളങ്ങര, അധികം ദൂരത്തല്ല. അപ്പം അവിടെയാണ് അച്ചൻ ബാബ എന്നൊരു ഗൃഹസ്ഥ ഭക്തനുണ്ടായിരുന്നത്. അവർ സമർപ്പിച്ച ആ സ്ഥലത്താണിന്ന് ശേരി മഠത്തിൻ്റെ ഒരു ശാഖാസ്ഥാപനം, ആ ക്ഷേത്രവും മഠവും സ്ഥിതി ചെയ്യുന്നത്. അപ്പം അവിടെയൊക്കെ 2-3 വട്ടം ഇതിനോടകം വന്നിട്ടുണ്ട്. അങ്ങനെ ആ പ്രദേശമാകെ മൂത്തകുന്നം, അതുപോലെ അവിടുത്തെ കുറേ അധികം ആളുകളുടെ പേര് അത് നമുക്ക് പൊതുവെ പരിചിതമല്ലാത്തത് കൊണ്ടത് എല്ലാവർക്കും ബോറായി തോന്നും എന്നതുകൊണ്ട് അതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നില്ല. അങ്ങനെ ആ മേഖലകൾ മൊത്തത്തിൽ ഗുരുദേവൻ അറിയപ്പെട്ട് തുടങ്ങി. ഏതാണ്ട് 1900 ആവുമ്പോഴേക്കും SNDP യോഗ സ്ഥാപനം കഴിഞ്ഞ് ഒരു വിശാല പര്യടനത്തിനായി ഗുരുദേവൻ വീണ്ടും വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ എങ്ങും ഇങ്ങനെ ഒരാളെ ബന്ധപ്പെട്ടതായി നമ്മൾ കാണുന്നില്ല. ഗുരുദേവ ജീവചരിത്രങ്ങളിലൊന്നും അങ്ങനെ സൂചിപ്പിക്കുന്നില്ല. ആരുമായി ഉള്ള ബന്ധം നമുക്കറിയാം. ഏതാണ്ട് 1912 മുതൽ ഗുരുദേവന്റെ ഒരു നിത്യ സാന്നിധ്യം അവിടെയുണ്ട്. അവിടെയൊക്കെ ഈ തപസ്വിനി അമ്മ സന്ദർശനം നടത്തിയതായിട്ടോ ഒന്നും നമ്മൾ കാണുന്നില്ല.
അപ്പൊ ഇത് ഒരു പ്രഹേളിക പോലെ തോന്നുകയാണ്. അപ്പൊ ഇവിടെയെല്ലാം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ ഗോപ്യമായി എന്നാൽ നിശബ്ദമായി ഗുരുദേവ ധർമ്മത്തെ പ്രായോഗികമാക്കുവാനുള്ള ഒരു തപസ്സായിരുന്നു തപസ്വിനി അമ്മയുടെ. അതറിയണമെന്ന്, അത് പ്രചരിക്കണമെന്ന് അവർക്ക് നിർബന്ധമില്ല. അവർ സദാ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. 1920 ഡോക്ടർ പൽപു ഉദ്യോഗത്തിൽ നിന്നും വിരമിച്ച് കേരളത്തിലേക്ക് എത്തുന്നത് അല്പകാലം എറണാകുളത്ത് താമസിക്കാനാണ്. എറണാകുളത്ത് 1-2 ഇടത്ത് മാറി മാറി താമസിച്ചു. അത് പരിസരത്തിൻ്റെയൊക്കെ അതൊരു അതൃപ്തി കൊണ്ട് ആണ് 2-3 ഇടത്തായിട്ട് മാറി താമസിച്ചത്. ആലുവായിലും വന്ന് അല്പകാലം താമസിക്കുന്നുണ്ട്. ഏതാണ്ട് 1920-21 കാലമാണത്. അപ്പൊ ഈ സമയത്താണ് ശ്രീനാരായണ വിദ്യാർത്ഥിനി സദനം തുടങ്ങുന്നത്. ഡോക്ടർ പൽപുവും തപസ്വിനി അമ്മയായിട്ട് ബന്ധപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചില സൂചനകൾ മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊന്നും ഡോക്ടർ പൽപുവിന്റെ സാന്നിധ്യം കാണുന്നില്ല. അപ്പൊ ഇതൊരു വല്ലാത്തൊരു ധർമ്മസങ്കടമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഡോക്ടർ പൽപു മടങ്ങി വരുന്നത് കുറെ അധികം ധാർമ്മിക കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ദൃഢനിശ്ചയത്തോടെയാണ്. അദ്ദേഹം സ്വാമി തൃപ്പാദങ്ങൾക്ക് എഴുതുന്നുണ്ട് ഒരു ധർമ്മ സോദരി മഠം ആരംഭിക്കുന്നതിന് അനുഗ്രഹം തേടി. അപ്പൊ അതിൽ വളരെ പ്രീതനായി ഗുരുദേവൻ തിരിച്ച് ഒരു കുറിമാനം കൊടുത്തുവിടുന്നുണ്ട്. അപ്പൊ അതിൽ എല്ലാ അനുഗ്രഹങ്ങളും വിജയങ്ങളും നേർന്നുകൊണ്ട് ഈ വക നല്ല കാര്യങ്ങളെ നടത്തുവാൻ വേണ്ടി 2 പേരെ അങ്ങോട്ട് അയക്കുന്നു എന്നും പറയുന്നുണ്ട്. അതിൽ തപസ്വിനി അമ്മയുടെ പേരെടുത്ത് പറയുന്നുണ്ട്. ഒരു തപസ്വിനിയെയും പ്രാന്നിയിലുള്ള ഒരു യോഗിനിയെയും എന്നാണ് പറയുന്നത്. അതാരെന്ന് നമുക്കത്ര നിശ്ചയമില്ല. അത് മണ്ണാന്തറ പാർവതി അമ്മയാകാൻ സാധ്യതയുണ്ട്. കാരണം തപസ്വിനി അമ്മയുടെ ലെഫ്റ്റനന്റ് ആയിട്ട് നിന്ന് വിദ്യാർത്ഥിനി സദനത്തിന്റെ ചുമതലകൾ വഹിച്ച ഒരാളാണ് മണ്ണാന്തറ പാർവതിയമ്മ. അവരെക്കുറിച്ച് നമുക്ക് മറ്റൊരു ദിവസം പ്രത്യേകമായിട്ട് പഠിക്കാം. അപ്പൊ ഇതിന്റെ ഒരു പശ്ചാത്തലം. ഇനി നമുക്ക് ഒന്നുകൂടെ പുറകോട്ട് പോകാം. കറുപ്പൻ മാസ്റ്ററുടെ ആ സംസ്കൃത അധ്യയനമൊക്കെ ഇങ്ങനെ പുരോഗമിച്ച് കാലങ്ങൾ ഇങ്ങനെ പോകുന്നു. അപ്പൊ പെൺകുട്ടികളെ സംബന്ധിച്ച് ഈ പ്രായപൂർത്തിയാകുക എന്നുള്ള ഒരു കാര്യമുണ്ട്, വയസ്സറിയിക്കുക. അപ്പം അങ്ങനെ ഒരു ഘട്ടം വന്നു. അന്നത്തെ നാട്ടുനടപ്പനുസരിച്ച് അതൊരു ചടങ്ങായിട്ട് നടത്തും. അത് ബന്ധുജനങ്ങളും സാധിക്കുമെങ്കിൽ നാട്ടുകാരും എല്ലാം അറിഞ്ഞു നടക്കണമെന്നാണ്. അപ്പം അങ്ങനെ ഒരു ചടങ്ങ് നടക്കുമ്പോൾ തന്നെ ഏറെക്കുറെ ഇവരുടെ വിവാഹത്തിനുള്ള ആലോചനയും നടക്കുമെന്നാണ്. സ്വാഭാവികമായിട്ടും ഈ ചടങ്ങിൻ്റെ കൂടെ അതും സംഭവിച്ചിരിക്കും. പക്ഷെ എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് ഈ തപസ്വിനി അമ്മ ഒരാഗ്രഹം പറഞ്ഞത്, തനിക്ക് വിവാഹം വേണ്ട, തനിക്ക് ലോകത്തെ സേവിക്കാനാണ് ഇഷ്ടം. അപ്പൊ അത് സ്വാഭാവികമായിട്ടും കേട്ട് കഴിയുമ്പോൾ ചിലരതിനെ ഒരു ധിക്കാരമായിട്ട്, നിഷേധമായിട്ട്, പറയാൻ പാടില്ലാത്ത ഒരു കാര്യമായിട്ട് അങ്ങനെയൊക്കെ കരുതും. ഇനി അല്ല എങ്കിൽ ഒരു തമാശായിട്ടും കരുതും. ഇവിടെ തമാശായിട്ട് തന്നെ കരുതി. സ്വാഭാവികമായിട്ടും ഒരു സങ്കോചത്തിൽ ഒരു പെൺകുട്ടി പറയുന്ന കാര്യമായിട്ട്
കരുതിയുള്ളൂ. അവർ വിവാഹ ആലോചന നടത്തി. അന്നത്തെ കാലത്ത് ഈ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ കാണണമെന്നൊന്നുമില്ല. യോഗ്യനായ വിദ്യാഭ്യാസമ്പന്നനായ ഒരു ആളുമായി കല്യാണം പറഞ്ഞുറപ്പിച്ചു. ആ വിവാഹം നടക്കുകയും ചെയ്തു. ആ വിവാഹം നടന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ സ്വാമി തൃപ്പാദങ്ങൾ കാളിയമ്മയോട് ഓരോ ജീവിതത്തിനും ഓരോ ഉദ്ദേശമുണ്ട്, ഓരോരുത്തർക്കും ഓരോ ഉദ്ദേശമുണ്ട്, നമുക്ക് നമ്മുടേതായ ഒരു ഉദ്ദേശമുണ്ട് എന്ന് പറഞ്ഞ് എന്നേക്കുമായി ആ ബന്ധം അറുക്കുകയായിരുന്നു. ഏതാണ്ട് അതുപോലെ തന്നെ ഒരു കാര്യമാണ് ഇവിടെയും നടക്കുന്നത്. വിവാഹം കഴിഞ്ഞു. തപസ്വിനി അമ്മ ഭർത്താവിനോട് പറഞ്ഞു, വിവാഹ ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്ക് ലോകസേവ ചെയ്യുവാനാണ് ഇഷ്ടം. അത്ഭുതമേ, ഈ യുവാവ് പൊട്ടിത്തെറിച്ചില്ല, ക്ഷോഭിച്ചില്ല. താൻ വിവാഹം ചെയ്ത ആ പെൺകുട്ടിയെ സൂക്ഷിച്ചു നോക്കി. അതൊക്കെ എന്തൊരു വശീകരണമാണ്! നിങ്ങളുടെ താല്പര്യം അതാണെങ്കിൽ അതിന് ഈ വിവാഹം ഒരിക്കലും ഈ വിവാഹം ഒരു തടസ്സമാവില്ല എന്നുറപ്പ് പറഞ്ഞ് ആ ബന്ധത്തിൽ നിന്നും അയാൾ പിന്മാറുകയാണ്. അതാണ് കുറച്ചു മുമ്പ് പറഞ്ഞത്, തപസ്വിനി അമ്മയ്ക്ക് ഒരെതിർപ്പും ഉണ്ടാകുമായിരുന്നില്ലെന്ന്. അതവരുടെ വ്യക്തിത്വത്തിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. അപ്പം അതിനുശേഷം കൂടുതൽ പഠിക്കാനോ എന്തോ അവരാഗ്രഹിച്ചു, സേവ ചെയ്യാൻ ആഗ്രഹിച്ചു. സേവ ചെയ്യാൻ, ലോക സേവ ചെയ്യാൻ ഏറ്റവും കൂടുതൽ അവിടെ അവസരമുള്ളത് കന്യാസ്ത്രീ മഠത്തിൽ ചേരുന്നതാണ് എന്ന് ആരോ ഉപദേശിച്ചു. അത് ശരിയാണ്. അന്ന് മിഷണറി പ്രവർത്തനങ്ങൾ സജീവമായി നിൽക്കുന്ന കാലമാണ്. മതപരിവർത്തനങ്ങളൊക്കെ നല്ലപോലെ നടക്കുന്നുണ്ട്. കന്യാസ്ത്രീ മഠങ്ങളും തീരെ വിരളമല്ല കാലത്ത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഒരു പരിചയം നേടുവാനാണ് കന്യാസ്ത്രീ മഠത്തിൽ ചെല്ലുന്നത്. അവിടുത്തെ മറ്റു കാര്യങ്ങളെല്ലാം ഇവർക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ പയ്യെ പയ്യെ ഇവരെ മതം മാറ്റാനുള്ള ശ്രമമായി. തപസ്വിനി അമ്മ വാദിക്കാനോ പ്രതിവാദിക്കാനോ ഒന്നും നിന്നുകൊടുത്തില്ല. അത് തൻ്റെ മാർഗമല്ല എന്ന് ഉത്തമ ബോധ്യമുള്ള തപസ്വിനി അമ്മ ഈ ഒരൊറ്റ കാരണത്താൽ ആ മഠത്തിൽ ചേരാതെ തിരിച്ചു പോന്നു. അപ്പൊ ഇത് പണ്ഡിറ്റ് കറുപ്പൻ അറിയുന്നു. പഴയ ഗുരു ശിഷ്യബന്ധം വെച്ച് കറുപ്പനെ തപസ്വിനി അമ്മ സമീപിക്കുന്നു. അപ്പോഴേക്കും ഈ ചെറായി ഭാഗത്തൊക്കെ ഗുരുദേവന്റെ പ്രസ്ഥാനം ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോലും ആനന്ദമതത്തിൻ്റെ, ആനന്ദമതം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി ആലത്തൂർ, അത് ഒരു പ്രത്യേക ഒരു പ്രസ്ഥാനമാണ്, ഹൈന്ദവ പ്രസ്ഥാനം തന്നെയാണ്. അപ്പം അതിൻ്റെ ഒരു പ്രവർത്തനമായിട്ട് കറുപ്പൻ മാസ്റ്ററും അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരൻ അത് ആനന്ദമഠത്തിൽ ചേർന്നൊരു സന്യാസിയാകുകയുണ്ടായി. അവരുടെ ഭജന സമിതികളൊക്കെ അവിടെ പ്രവർത്തിച്ചു തുടങ്ങിയിരുന്നു. ഈ ജിജ്ഞാസുവായ കുട്ടിയെ ആലത്തൂർ ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിയുടെ അടുത്തെത്തിക്കുന്നു. പിതാവും ഒപ്പം പോയി. അപ്പോൾ അവിടെ വേറിട്ടൊരു അന്തരീക്ഷമാണ്. എന്തിനും ഒരു പുതിയ കാഴ്ചപ്പാടാണ്, പുരോഗമനപരമായ കാഴ്ചപ്പാടാണ്. സാധാരണ കണ്ടുവരുന്ന പോലുള്ള അന്ധവിശ്വാസങ്ങളെ ഒന്നും അവിടെ
അനാചാരങ്ങളൊന്നും കാണാൻ സാധിക്കുന്നില്ല. എന്നു മാത്രമല്ല, ഈ സ്ത്രീ വിദ്യാഭ്യാസത്തിന് വളരെ പ്രോത്സാഹനം കൊടുക്കുന്നതായിട്ടും കാണുന്നു. വലിയ പ്രചോദനം കവിതകളിലൂടെയൊക്കെ, അതിനുവേണ്ടി തന്നെ 100 ശ്ലോകങ്ങളുള്ള ഒരു കവിത തന്നെ ഈ സ്ത്രീകളുടെ ധർമ്മബോധത്തെയും ഉത്സാഹത്തെയും ഒക്കെ ഉണർത്തുവാൻ അദ്ദേഹം എഴുതുന്നുണ്ട്. അവിടെ പല ചർച്ചകൾ നടക്കും. വാക്പടാനന്ദ സ്വാമികളൊക്കെ അദ്ദേഹത്തിന്റെ ശിഷ്യനാണ്. അപ്പൊ ഇവരൊക്കെ തമ്മിൽ നടക്കുന്ന ചർച്ചകളൊക്കെ കേൾക്കും. അപ്പൊ അതൊരു നല്ല അനുഭവമായിരുന്നു അവർക്ക്. പക്ഷേ സ്വതവേ ആരെയും വ്രണപ്പെടുത്താനും ആരോടും പോരടിക്കാനും ഇഷ്ടമില്ലാത്ത ഒരു സൗമ്യ പ്രകൃതിയായ തപസ്വിനി അമ്മയ്ക്ക് മനസ്സിലായി, എപ്പോഴും ഒരു ശത്രുവർഷത്തെ സൃഷ്ടിക്കുന്ന പ്രവർത്തനമാണ് അവിടുന്ന് നടക്കുന്നത്. ജനങ്ങൾ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പുലർത്തുന്നുണ്ടാവാം, പക്ഷേ അതിനെ നേരിടുന്ന രീതി പ്രകോപനപരമാണ്. അതിൽ ഇവർക്ക് അസ്വസ്ഥത വന്നു തുടങ്ങി. മറ്റെന്തോ ആശയപരമായ കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. വാക്പടാനന്ദ സ്വാമികൾ ഇദ്ദേഹത്തെ വിട്ട് സ്വതന്ത്രമായി പോവുകയും ചെയ്തു. അങ്ങനെ തപസ്വിനി അമ്മയും ആലത്തൂർ വിടുകയാണ്. തിരിച്ച് ഇവിടെ എത്തുമ്പോഴേക്കും ഏതാണ്ട് ഒരു 1920 ഡോക്ടർ പൊൽപ്പൊക്കെ വന്ന കാലമാണ്. ഇപ്പൊ എറണാകുളത്തെത്തി. വീട്ടുകാർക്ക് അപ്പോഴും ഇവരെക്കുറിച്ച് അഭിമാനമുണ്ട്, ആകാംക്ഷയുണ്ട്, ഒരു കരുതലുമുണ്ട്. ഇവർ വന്ന് ഒരു സ്വതന്ത്രമായ ഒരു വീട് തരപ്പെടുത്തി സേവനം തുടങ്ങുകയാണ്. ഇവരിതിനോടകം ബുദ്ധിമതിയാണെന്ന് പറഞ്ഞല്ലോ. അച്ഛൻ്റെ വൈദ്യവും, അച്ഛനാണെങ്കിൽ വൈദ്യം എന്ന് പറയുമ്പോൾ അലോപ്പതിയും ഹോമിയോയും നാച്ചുറോപ്പതിയും എല്ലാം ഇതിനോടകം പരിശീലിച്ചിരുന്നു. ഈ മഹതി അതെല്ലാം പഠിച്ചു കഴിഞ്ഞിരുന്നു. അച്ഛനെ സഹായിച്ച് അത് പരിശീലിച്ചും കഴിഞ്ഞിരുന്നു. അപ്പം ആ സമയത്ത് ഈ പകർച്ചവ്യാധികൾ അതൊന്നൊഴിയുമ്പോൾ അടുത്തത് ആ രീതിയിൽ ജനങ്ങളാകെ കഷ്ടപ്പെടുന്ന ഒരു കാലമാണ്. എന്ന് മാത്രമല്ല, ആ കാലത്തിൻ്റെ ഒരു പ്രത്യേകത, 1-ാം ലോകമഹായുദ്ധം കഴിഞ്ഞ് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞു. പക്ഷെ അതിൻ്റെതായ ഒരു ഞെരുക്കം നാടടക്കം മൊത്തമുണ്ട്. ഈ മരുന്നുകളുടെ ക്ഷാമം അത് വളരെ ഗുരുതരമായിരുന്നു. അപ്പം അങ്ങനെ കഷ്ടപ്പെടുന്ന കുടുംബങ്ങളേറെ ഉണ്ടായിരുന്നു. ഇപ്പം ഇവരുടെ ചികിത്സയെക്കുറിച്ച് അമ്മൂമ്മ വൈദ്യം എന്ന് പറഞ്ഞാൽ, അമ്മൂമ്മമാർക്ക് വഴമകളൊക്കെ പലതും അറിയാമല്ലോ. അമ്മൂമ്മ വൈദ്യം എന്ന് ഇവരുടെ ചികിത്സയെക്കുറിച്ച് നാട്ടുകാർ ബഹുമാനത്തോടെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇങ്ങനെ മരുന്നില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകളെയെല്ലാം തേടിച്ചെന്ന് ശുശ്രൂഷിക്കുക. അപ്പം അങ്ങനെയൊക്കെ ചെല്ലുമ്പോൾ ഓരോ വീട്ടിലെയും അവസ്ഥ, അവരുടെ ജീവിത രീതി, ഈ ദുരിതങ്ങളെല്ലാം അവർ കാണുകയാണ്. അപ്പം അവരുടെ മനസ്സ് ഇവരെക്കുറിച്ച് ഉഴറി ചിന്തിക്കുവാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ കാണാം, ഒരു വീട്ടിൽ വലിയ വഴക്കാണ്. ഒരമ്മയും മകളും. അവിടുത്തെ മദ്യപാനിയായ ഒരു ഗൃഹനാഥൻ്റെ ആക്ഷേപം അത് പിന്നെയും സഹിക്കാം. ശാരീരികമായ ഉപദ്രവം. ഇവരാകെ വശം കെട്ട് ഇതാ വീട് വിട്ടിറങ്ങി ഇത് കൃത്യത മൂഢരായി ഇങ്ങനെ നിൽക്കുകയാണ്.
അവരെ ഒപ്പം കൂട്ടി താൻ താമസിക്കുന്നിടത്ത് കൊണ്ടുചെന്ന് പാർപ്പിച്ചു. തന്നാൽ കഴിയുന്ന വിധം അവരെ പരിപാലിച്ചു പോന്നു. അപ്പം അവിടെ തപസ്വിനിയമ്മ അവരൊരു വിജ്ഞാപനവും പുറപ്പെടുവിച്ചിട്ടില്ല, ഒരിടത്തും പോയി പ്രസംഗിച്ചിട്ടുമില്ല. വളരെ നിശബ്ദമായിരുന്നു അവരുടെ പ്രവർത്തനം എന്ന് അവരെന്ത് ചിന്തിക്കുന്നു, എന്ത് ചെയ്തു കഴിഞ്ഞേ അറിയൂ. ഇവരുടെ പ്രവൃത്തികളിൽ നിന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നത് പെൺകുട്ടികൾക്ക് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം കൊണ്ട് മാത്രമേ ഒരു സമൂഹം സുസ്ഥിരമായി പുലർന്നു പോകൂ. പെൺകുട്ടികൾക്കാണെങ്കിൽ പഠിക്കാൻ അവസരങ്ങൾ കുറവ്. ഇനി അവസരം കിട്ടിയാൽ തന്നെ നിന്ന് പഠിക്കാനും ഒരു സാഹചര്യവുമില്ല. കൊച്ചി എന്ന് പറഞ്ഞാൽ അപ്പോഴേക്കും ഒരു ആളുകൾ ഒഴുകി എത്തുന്ന ഒരു സ്ഥലമായി മാറിക്കഴിഞ്ഞിരുന്നു. തിരുവിതാംകൂറുകാരാണെങ്കിലും മലബാറുകാരാണെങ്കിലും ഇനി തമിഴ്നാട്ടിൽ നിന്നോ ഗുജറാത്തിൽ നിന്നോ ബാംഗ്ലൂരിൽ നിന്നോ ഒക്കെ ആളുകൾ ഇങ്ങനെ വരികയാണ്. അത്ര ഒരു പ്രാധാന്യം കൊച്ചിക്ക് കൈവന്നു. അപ്പോൾ അവിടെ കൂടുതൽ ഈ അധിനിവേശം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഈ കൊച്ചിക്കാർക്ക് മാത്രമേ അവിടെ ജോലിയുള്ളൂ, അവസരമുള്ളൂ എന്നൊരു നിബന്ധന കൂടി ഇടയ്ക്ക് വെക്കേണ്ടി വന്നു. എന്ന് പറഞ്ഞാൽ പുറത്തുള്ള ആളുകളെ കൊണ്ട് അവിടെ അങ്ങ് നിറയുകയാണ്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇനി വരാനിരിക്കുന്ന കാലത്ത് കൊച്ചിക്കുണ്ടാകാൻ പോകുന്ന പ്രാധാന്യത്തെക്കുറിച്ച് അവർ കണ്ടിരിക്കാം. ഇപ്പോൾ പെൺകുട്ടികൾക്ക് പഠിക്കണമെങ്കിൽ കൊച്ചിക്ക് തന്നെ വരണം. അവിടം വിട്ടാൽ പിന്നെ തെക്കോട്ട് പോയാൽ ഈ തിരുവനന്തപുരത്തേ ഉള്ളൂ. രാജകീയ കോളേജ് തിരുവനന്തപുരത്തും എറണാകുളത്തും മാത്രമേ ഉള്ളൂ. രണ്ടാമതൊരു കോളേജ് വരുന്നത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ്. പിന്നെ തലശ്ശേരിയിലോട്ട് പോകണം, കണ്ണൂര്, അങ്ങനെയുള്ള ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ മദ്രാസിക്ക് പോകണം. അപ്പോൾ അന്ന് രക്ഷകർത്താക്കൾ നേരിട്ടിരുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി, ഈ പഠിപ്പിക്കാമെന്ന് വെച്ചാലും അതിന് പ്രവേശനം കിട്ടിയെന്ന് പറഞ്ഞാലും ഈ പെൺകുട്ടികളെ എവിടെ നിർത്തി പഠിപ്പിക്കും? ആൺകുട്ടികളുടെ കാര്യം പോലും കഷ്ടമാണ്. അത് പിന്നെ ആൺകുട്ടികളാണ്, എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും അവർ ഒതുങ്ങിക്കൂടിക്കൊള്ളും. പക്ഷെ അത് പെൺകുട്ടികൾക്ക് പറ്റില്ലല്ലോ. ഈ പെൺകുട്ടികളെ നിർത്താൻ വീട്ടുകാരും തയ്യാറാകില്ല, ആൺകുട്ടികളെ നിർത്തും. ഈ പെൺകുട്ടികളെ നിർത്താൻ തയ്യാറാകാത്തതിൻ്റെ കാര്യം അവർക്ക് ഈ ശാരീരികമായ ഒരവസ്ഥ വരുമല്ലോ മാസം. അപ്പം അങ്ങനെ വരുമ്പോൾ അവരുടെ വീട് അശുദ്ധമാകും അത്രേ. അപ്പം അതുപോലുള്ള യാഥാസ്ഥികത്വമാണ് കട്ടിപിടിച്ച് നിന്നിരുന്ന കാലത്ത്. അപ്പം അവർക്ക് നിന്ന് പഠിക്കാൻ, അതാണ് ഗുരുദേവൻ ഈ തിരുവനന്തപുരത്തേക്ക് നാരായണി അമ്മയെ വിടുമ്പോൾ മുഖ്യമായിട്ടും ഇതാണ് പറഞ്ഞത്, പെൺകുട്ടികൾക്ക് നിന്ന് പഠിക്കുക. ഗുരുദേവൻ അങ്ങോട്ടാണ് നിയോഗിച്ചതെങ്കിലും അതിനു മുമ്പ് തന്നെ ഇവിടെ ഇത് തുടങ്ങാനിടയായത് ആരും രേഖപ്പെടുത്താത്ത, അല്ലെങ്കിൽ നമ്മുടെ ഒന്നും ശ്രദ്ധയിൽ വരാത്ത ഒരാജ്ഞ ഇതിനു പിന്നിൽ ഉണ്ടായിരുന്നിരിക്കണം, ഉറപ്പാണ്. അതിൻ്റെ ഒരു തെളിവ് ഗുരുദേവനുമായിട്ട് ഏറ്റവും അടുത്ത സമ്പർക്കം പുലർത്തിയിരുന്ന, വളരെ വാത്സല്യത്തോടെ തന്നെ വെളുത്തമ്മ എന്ന് വിളിച്ചിരുന്ന, ഗുരുദേവൻ മാത്രം അങ്ങനെ വിളിക്കും വാത്സല്യപൂർവ്വം, വെളുത്തമ്മ, മണ്ണാന്തറ പാർവതിയമ്മ. മണ്ണാന്തറ പാർവതിയമ്മയെ തെക്കോട്ട് നാരായണിയമ്മയെ വിടുന്നു, വടക്കോട്ട് കൊച്ചിയിലേക്ക് മണ്ണാന്തറ പാർവതിയമ്മയെ വിടുന്നു. ഈ വിദ്യാർത്ഥി സദനം 1921 തുറക്കുന്നു. അതിന് സ്ഥലമൊന്നുമില്ല കേട്ടോ. ഒരു കെട്ടിടം വാടകയ്ക്കെടുക്കുന്നു. ആ വാടക കെട്ടിടത്തിൽ ഇങ്ങനൊരു താമസ സൗകര്യം തരപ്പെട്ടു എന്ന് വന്നതോടെ 5 കുട്ടികൾ, ഇപ്പോൾ ഇവർക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു,
ജാതി മതഭേദമന്യേ, അത് ഗുരുദേവന്റെ കൽപ്പനയായിരുന്നു, ജാതി മതഭേദമന്യേ എല്ലാവരെയും ഉൾക്കൊള്ളണം. അങ്ങനെ 5 പേരെ താമസിപ്പിക്കാനുള്ള ഒരു ആലോചനയായിരുന്നു ആദ്യം. പക്ഷേ 5 പേരും വന്നത് ഈഴവർ തന്നെയാണ്. കാരണം മറ്റുള്ളവർക്ക് സ്വാഭാവികമായിട്ട് ഒരു അമ്പരപ്പും അറപ്പും ഒക്കെ കാണും. പിറ്റേ വർഷമാകുമ്പോഴത്തേക്കും ഒരു 1-2 പേര് അന്യസമുദായത്തിൽ നിന്ന്, പുലയ സമുദായത്തിൽ നിന്ന് ആൾ വരാൻ തുടങ്ങി. ആളുകൾ ക്രമേണ വർദ്ധിച്ചു വരാൻ തുടങ്ങി. അപ്പോൾ അവിടെ തപസ്വിനി അമ്മയും പാർവതി അമ്മയും നേരിട്ട ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഈ കെട്ടിട ഉടമകളുടെ അന്ധവിശ്വാസങ്ങളും ചില മുൻവിധികളുമാണ്. ഈ പെൺകുട്ടികളെ മാത്രം ആൺതുണയില്ലാതെ താമസിപ്പിക്കുന്നിടത്ത് അത് ശരിയാവില്ല. നാട്ടുകാരെന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കും, ഇവരുടെ മനസ്സിളകും. ഇവരപ്പോഴേ കെട്ടിടം ഒഴിയാൻ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ എത്രയോ വട്ടമാണ് കെട്ടിടങ്ങൾ ഒഴിഞ്ഞ് മാറേണ്ടി വന്നിരിക്കുന്നതെന്ന്. ആരുടെയാണെങ്കിലും മനസ്സ് മടുത്തു പോകും. പക്ഷേ അതിന് ഇവരുടെ നിശ്ചയത്തിന് ഒരിളക്കവും ഉണ്ടായില്ല. ഒരു വഴി അടയുമ്പോൾ അടുത്ത വഴി തുറക്കുകയാണ്, അല്ലെങ്കിൽ കണ്ടെത്തുകയാണ്. ഏതായാലും മുമ്പോട്ട് ആളുകൾ വർദ്ധിച്ചു വന്നതേ ഉള്ളൂ. അതിൻ്റെ ഒരു ഫലമോ, പെൺകുട്ടികൾ, മിടുക്കികളായ പെൺകുട്ടികൾ. അപ്പം അങ്ങനെ ഉണ്ടായ ഒരു മിടുക്കിയുടെ പേരാണ് KR ഗൗരിയമ്മ. ഈ തപസ്വിനി അമ്മയുടെ വിദ്യാർത്ഥിനി സദനത്തിൽ നിന്ന് പഠിച്ച ഒരാളാണ്. ദാക്ഷായണി വേലായുധൻ ഭരണഘടന നിർമ്മാണ സഭയിലെ കേരളത്തിൽ നിന്നുള്ള ഒരു അംഗമായിരുന്നു എന്ന് ഓർക്കണം, R ശങ്കറോടൊപ്പം. ഇവിടെ നിന്നാണ് പഠിക്കുന്നത്. അത് ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, പഠിപ്പിച്ച് ഇങ്ങനെ വെറുതെ ഇറക്കി വിടുകയല്ല ഇവർ ചെയ്യുന്നത്. ഈ സംസ്കാര സമ്പന്നരായി വളരാനുള്ള പല സാഹചര്യങ്ങളും അവിടെ ഒരുക്കുമായിരുന്നു. വെറുതെ നിന്ന് പഠിക്കുക, പഠിക്കാൻ വന്നവർ പഠിച്ചാൽ മാത്രം മതി, അതിനപ്പുറത്തോട്ടൊന്നുമില്ല എന്നുള്ള ചിന്താഗതി വരുന്നവർക്കുമില്ല, ഇവരെ പരിപാലിക്കുന്നവർക്കുമില്ല. ഇതൊരു കുടുംബം പോലെയായി. അവിടെ ഒരു സംസ്കാര കേന്ദ്രമായി എന്ന് പറയാം. മറ്റൊരിടത്തും കാണാത്ത വിധത്തിലുള്ള ഒരു പരസ്പര സൗഹൃദവും സഹാനുഭൂതിയും സഹവർത്തിത്വവും, ഇതുപോലെ ഇതിനെയെല്ലാം കോർത്തിണക്കി നിർത്തിയത് തപസ്വിനി അമ്മയുടെ തപസ് മാത്രമാണ്. വടിയെടുക്കാതെ, ശാസിക്കാതെ, ആ സ്നേഹത്തിന് മുമ്പിൽ എല്ലാവരും വഴിപ്പെടുകയാണ്. അതുപോലൊരു മഹതിയായിരുന്നു തപസ്വിനി അമ്മ. ഇപ്പം മുമ്പ് പറഞ്ഞല്ലോ, ഒരു കുടുംബത്തിൽ നിന്ന് ഉപദ്രവം സഹിക്കവയ്യാതെ ഇറങ്ങിപ്പോന്ന ഒരമ്മയും മകളെയും പറ്റി. അന്നത്തെ കാലമാണ്, ഇതൊറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. ഈ തപസ്വിനി അമ്മയ്ക്ക്, പാർവതി അമ്മയ്ക്കും ഒരു കാര്യം മനസ്സിലായി. ഈ കുട്ടികൾ ഇവിടെ വന്നു, അവരെ നമ്മൾ താമസിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ അവർക്ക് എപ്പോഴും ഒരാദിയാണ്. അതിൻ്റെ കാരണം നിവൃത്തിയില്ലാത്തവരാണ് പലരും. നിവൃത്തിയുള്ളവർക്ക് മറ്റു വഴികളിൽ കൂടി മെച്ചപ്പെട്ട ഇടങ്ങളിലൊക്കെ നിർത്താൻ അപ്പോഴേക്കും സാഹചര്യം ഒരുങ്ങിത്തുടങ്ങിയിരുന്നു. ഈ SNB ശ്രീനാരായണ വിദ്യാർത്ഥിനി സദനത്തിലേക്ക് വരുന്ന കുട്ടികൾ പൊതുവെ നിർധനരാണ്. അതിൽ പകുതി പേർക്കും ഫീസ് സമയത്ത് കൊടുക്കാൻ തന്നെ സാധിക്കുന്നില്ല. എന്ത് ചെയ്യും? അവിടെ മുതൽ ഈ 2 പേരും ഒരു ഭിക്ഷാടനം തന്നെ ആരംഭിക്കുകയാണ്. വീട് കയറി ഇറങ്ങുക, എല്ലാവരോടും സഹായം തേടുക. അങ്ങനെ രാവിലെ ഇറങ്ങിയാൽ ചിലപ്പം രാത്രി 10 മണിക്കൊക്കെ ആയിരിക്കും തിരിച്ചു വരിക. മണ്ണാന്തറ പാർവതി അമ്മയും തപസ്വിനി അമ്മയും ഈ ഒരു കാര്യത്തിൽ ഒന്നിനൊന്നും മെച്ചമായിരുന്നത്രേ. അപ്പം അങ്ങനെ ഇവർ പിരിക്കാൻ പോകുമ്പോൾ
ഇവർക്കൊരു മാനദണ്ഡമുണ്ട്. അന്നത്തെ കാലത്തും ധനികർ ധാരാളമുണ്ട്. വഴിവിട്ട രീതിയിൽ കൂടി പണം ഉണ്ടാക്കുന്ന ആളുകളും ഇല്ലാതില്ല. അങ്ങനെയുള്ളവരെ സമീപിച്ചാലും പണം കിട്ടുക തന്നെ ചെയ്യും. പക്ഷേ അങ്ങനെയുള്ളിടത്തോട്ട് പോവില്ല. സാധാരണക്കാരുടെ ഇടയിലൂടെയാണ് അവർ നടന്നുകൊണ്ടിരുന്നത്. ഗുരുദേവന്റെ ആദർശം നോക്കൂ. എല്ലാവർക്കും തുല്യ പങ്കാളിത്തം ഉണ്ടാകട്ടെ എന്ന് കരുതി എല്ലാവരോടും ഓരോ രൂപ ആവശ്യപ്പെട്ട ആ സന്ദർഭങ്ങളൊക്കെ ഒന്ന് ഓർത്തു നോക്കൂ. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ആ സംശുദ്ധി നിലനിർത്തിക്കൊണ്ടുപോകാൻ അവർക്ക് ആയി. ഒരിക്കൽ ഇവർക്ക് ബോധ്യം വന്നു, ഇപ്പോൾ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥിനികളാണുള്ളത്. അതേസമയം അശരണരായ ആളുകളെയും തങ്ങൾക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്. ഗതിയില്ലാത്തവർ, ഗതികെട്ടവർ, അങ്ങനെയുള്ളവർക്ക് വേണ്ടി അനുബന്ധമായി ഒരു സ്ഥാപനം കൂടി അവർ ആരംഭിക്കുകയാണ്. 1926 അബലാശരണമെന്ന് പറയും. അത് ഒരുപക്ഷെ പലരും കേട്ടിട്ടുണ്ടാവും, അബലാശരണം. അപ്പോൾ അവിടെ ഈ ആളുകളെ വെറുതെ താമസിപ്പിക്കുകയല്ല ചെയ്യുന്നത്. അവിടെ നിന്ന് അവര് നല്ലൊരു ജീവിത മാർഗത്തോടെ വേണം ഇറങ്ങിപ്പോകുവാൻ. അതിനുവേണ്ടി ഒരു തൊഴിൽ ശാലയായിട്ട് തന്നെ അവിടെ മാറുകയാണ്. അന്നത്തെ കാലത്ത് നെയ്ത്തും അതുപോലെ തന്നെ വസ്ത്ര സംബന്ധമായിട്ടുള്ള മറ്റ് ജോലികളും അതിന് വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് അവിടെ നെയ്ത്ത് ആരംഭിക്കുന്നു, തുന്നൽ ആരംഭിക്കുന്നു. കൊച്ചിയാണ് ഒരു സംസ്കാര കേന്ദ്രമായിട്ട്, വികസിത കേന്ദ്രമായിട്ട് വരികയാണ്. അപ്പോൾ സംസ്കാര സമ്പന്നർക്ക് വേണ്ടി ഉള്ള രീതിയിലുള്ള എംബ്രോയിഡറി അതുപോലുള്ള ജോലികളൊക്കെ ആരംഭിക്കുന്നു. ഇതിനെയെല്ലാം പരിശീലിപ്പിക്കാൻ അതിവിദഗ്ധരായ ആളുകൾ അവിടെ എത്തിച്ചേരുകയാണ്. അതിൻ്റെ ചരിത്രം പറയുന്നത് ഇന്നോളം അതിനെ സേവിച്ചിട്ടുള്ളവരാരും തന്നെ പ്രതിഫലം പറ്റാത്തവരായിരുന്നെന്നാണ്. അത് സഹോദരൻ അയ്യപ്പൻ്റെ ഭാര്യ പാർവതി അയ്യപ്പൻ, അതുപോലെ പ്രൊഫസർ PS വേലായുധൻ, ഇങ്ങനെ തുടങ്ങി ധാരാളം ആളുകളുണ്ട്. ജസ്റ്റിസ് സുകുമാരൻ, ഇപ്പം അതിൻ്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന വയോധികനായ നമുക്കെല്ലാവർക്കും ഗുരുതുല്യനായ സുകുമാർ അഴീക്കോട്, പ്രൊഫസർ MK സാനുവാണ്. സാനു മാസ്റ്ററാണ് അതിനെ ഇപ്പം നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ സാങ്കേതികമായിട്ട് അതിൻ്റെ ഇതാണെന്ന് പറഞ്ഞാലും അതിൻ്റെ ഒരു ആത്മാവ് അദ്ദേഹമാണ്. അപ്പോൾ ഒന്ന് ഓർത്തു നോക്കൂ, ആ അബലാശരണത്തിൽ വന്നണഞ്ഞവരെല്ലാം ആത്മവിശ്വാസമുള്ളവരായി മാറി. ജീവിതത്തിൽ അവരുടെ വഴി മുട്ടി നിന്നപ്പോൾ പുതിയ വഴികൾ അവർക്ക് തുറന്നു കിട്ടി. അപ്പോൾ ചെയ്യുന്ന ജോലികളെല്ലാം നിയമാനുസൃതമായിരിക്കണമെന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് അധികാര കേന്ദ്രങ്ങളിലേക്കും അവർ കടന്നു ചെല്ലും. ഇവരെക്കുറിച്ച് പറയുന്നത് തൂവെള്ള വസ്ത്രധാരിയായിരുന്നു, മുട്ടറ്റം കൈയെത്തുന്ന ഒരു ഷട്ടയിടും, അതുപോലെ ഒരു വെള്ള മുണ്ടെടുക്കും, അതുപോലൊന്ന് പുതയ്ക്കും, പിന്നെ ഒരു ഓലക്കുടയും കാണും. ഈ ഓലക്കുടയായിട്ടാണ് സഞ്ചാരം. അപ്പോൾ ഈ ഓലക്കുട യാത്രയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഈ ഓലക്കുടയുടെ ഈ വരിച്ചിലിനകത്തെല്ലാം തിരികി വെച്ചിട്ടുണ്ടാവും കത്തുകളോ കുറിമാനങ്ങളോ ചിലപ്പോൾ നോട്ട് തന്നെയോ. അത് അവരുടെ ബാഗും കൂടെ ആയിരുന്നത്രേ. അപ്പോൾ ഈ ഓലക്കുടയായിട്ട് തന്നെയാണ് ഇവര് അന്നത്തെ പല ഓഫീസുകളിലേക്കും അതും കച്ചേരിയിലേക്ക് വരെ കടന്നു ചെല്ലുക. ദിവാനെ പോയി നേരിട്ട് കാണുമായിരുന്നു. രാജസ്ഥാനത്ത് ചെന്നതായിട്ട് കാണുന്നില്ല. അപ്പോൾ ഇവർ തുടങ്ങിയിട്ടുള്ള ഈ കോഴ്സുകൾക്കൊക്കെ അംഗീകാരവും അതുപോലെ തന്നെ അതിൻ്റെ ഗ്രാൻഡ് ഒക്കെ സംഘടിപ്പിക്കാനും എല്ലാം ഇവർ തന്നെ പോകുമായിരുന്നു.
ചെല്ലുമ്പോൾ അവർക്ക് അവിടെ ഒരു തടസ്സവുമില്ല. മാന്യമായി അവരെ അവിടെ സ്വീകരിക്കുന്നു. രണ്ടാമതൊന്നും നടത്താതെ അവരുടെ കാര്യം നടത്തിവിടുന്നു. അങ്ങനെ പലരും ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങി. ഈ രാജകൊട്ടാരത്തിൽ നിന്ന് വരെ അതിന് അനുഭാവം മാത്രമല്ല, സഹായവും കിട്ടിത്തുടങ്ങി. ഗ്രാൻഡ് കിട്ടിത്തുടങ്ങി. ഗ്രാൻഡ് കിട്ടിത്തുടങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാർ തലത്തിൽ നിന്ന് അതിനൊരു മേൽനോട്ടം മാസം തോറും. അപ്പം അങ്ങനെ വന്നതൊക്കെ പ്രഗത്ഭന്മാരായിരുന്നു. അങ്ങനെ മേൽനോട്ടത്തിന് വന്നത് ഇതിനകത്ത് നമ്മുടെ പണ്ഡിറ്റ് കറുപ്പൻ മാസ്റ്റർ അതുപോലുള്ള ആളുകളൊക്കെ വരുന്നുണ്ട്. പ്രൊഫസർ വേദലായുധൻ, അയ്യാക്കുട്ടി ജഡ്ജി, ഇതുപോലുള്ള ആളുകളൊക്കെ വരുന്നുണ്ട്. അപ്പം അങ്ങനെ വന്നപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ചർച്ചയാകാൻ തുടങ്ങി. അങ്ങനെ കൂടുതൽ ആളുകൾ ഇതിനെക്കുറിച്ച് അറിയാൻ തുടങ്ങി. ഏത് വീട്ടിലും ഏത് സമയവും ഈ കൊട, ഓലക്കൊടയമ്മ എന്നാണ് കുട്ടികൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ പറയുന്നുണ്ട്, ഇവർ ഇങ്ങനെ നടന്നു പോകുമ്പോൾ, അന്നത്തെ കാലത്ത് ഈ മോട്ടോർ ബസ്സൊക്കെ തുടങ്ങിയിരുന്നല്ലോ. ഈ ബസ് എവിടെ കണ്ടാലും വണ്ടി നിർത്തി ഇവരെ കയറ്റിക്കൊണ്ട് പോകും, എത്ര തിരക്കുണ്ടെങ്കിലും. അപ്പോൾ ഓലക്കുടയായിട്ട് വണ്ടി കയറാൻ ഒക്കത്തില്ലല്ലോ. അപ്പൊ തന്നെ അകത്തിരിക്കുന്ന ആരെങ്കിലും ഒരാൾ, സൈഡിലിരിക്കുന്ന ഒരാൾ ഈ കൊട മേടിക്കും. ഈ കൊട ഇങ്ങനെ വെളിയിൽ പിടിക്കും. കയറി വരുമ്പോഴേ ഏതെങ്കിലും ഒരു സീറ്റ് ആരെങ്കിലും ഒഴിഞ്ഞ് കൊടുത്തിരിക്കും. അത് സൈക്കിളുകാരാണെങ്കിലും, സൈക്കിളിലും യാത്ര ചെയ്യുന്നതായിട്ട്, സൈക്കിൾ സ്വന്തമായിട്ട് ചവിട്ടിയല്ല, അത് എല്ലായിടത്തും ഒന്നും കയറത്തുമില്ല. അതുപോലെ ഇവരോട് ആത്മബന്ധമുള്ള ചെറുപ്പക്കാർ ഇവരുടെ കൊട പുറകിൽ വെച്ച് കെട്ടിയിട്ട് മുമ്പിൽ ഇരുത്തി അവരെ സൈക്കിൾ ചവിട്ടി തന്നെ ഇവിടെ കൊണ്ട്. ഇത് കാണുമ്പോൾ അവിടുത്തെ അന്തേവാസികൾക്കോ അല്ലെ അധികാരികൾക്കോ പരിഭവം ഉണ്ടാകും. അവർ വഴക്ക് പറയും, ഈ സൈക്കിൾ വെച്ചോണ്ടാണ് വരുന്നത്. പക്ഷേ തപസ്വിനിയമ്മയുടെ മുഖത്ത് നോക്കുമ്പോൾ ആ പുഞ്ചിരി കൊണ്ട് ഇതിനെയെല്ലാം അങ്ങ് അവസാനിപ്പിക്കുകയാണ്. അതോടെ അവസാനിപ്പിച്ച ചർച്ച അവിടെയില്ല. ഇതായിരുന്നു അവരുടെ ആ സമീപന രീതി. ഇങ്ങനെ എവിടെയെല്ലാം നടന്ന് ആയുഷ്കാലം മൊത്തം ഇതുപോലെ അങ്ങ് നടക്കുകയായിരുന്നു. അവരുടെ ആരോഗ്യം അനുവദിക്കുന്നത് വരെ. മണ്ണാന്തറ പാർവതിയമ്മ ഇതുപോലെ തന്നെ അവര് വീട് കയറി ഇറങ്ങുവാൻ അവരും ഒരു മടിയുമില്ലാതെ അവരത് ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. പിന്നീട് ഇനി കൂടുതൽ പരത്തി പറയുന്നില്ല. സർവാംഗീകാരം ഇതിന് ഉണ്ടായി വന്നപ്പോൾ ഇതിനാവശ്യമായ സ്ഥലമൊക്കെ ഭാവിയിൽ ഉണ്ടായി വന്നു. ഇത് 1950 ശേഷം ഇതൊരു ട്രസ്റ്റായിട്ട് മാറി. അപ്പോൾ അതിന് നിയമപരമായ അധികാരവും കാര്യങ്ങളും ഒക്കെ ആയി. അതിന് പിന്നീട് കൂടുതൽ ഗവൺമെൻറ് സഹായങ്ങളൊക്കെ കിട്ടിത്തുടങ്ങി. സ്ഥലവും അനുവദിച്ച് കിട്ടി. പ്രശസ്തമായ രീതിയിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രമല്ല, കാലം മാറി പലയിടത്തും ഹോസ്റ്റലുകളും കോളേജുകളിലൊക്കെ അതിനൊക്കെയുള്ള ബോർഡിങ്ങുകളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ പ്രസക്തി അല്പം കുറഞ്ഞു. പക്ഷെ എന്നിരുന്നാലും ജോലി തേടിയെത്തുന്നവർക്കും വർക്കിംഗ് വുമൻസ് ഹോസ്റ്റൽ എന്നുള്ള നിലയിൽ ഇന്നും പൊതുജനം പ്രവേശനം ആഗ്രഹിക്കുന്ന മുന്തിയ പരിഗണന കൊടുക്കുന്നത് ഈ വിദ്യാർത്ഥി സ്ഥാനത്തിനാണ്. ആ രീതിയിൽ പ്രശസ്തമായ നിലയിലത് ഇന്നും നടന്നു വരികയാണ്. നല്ല ഒരു ലീഡിംഗ് ലൈബ്രറി ഉണ്ട്. ഗുരുദേവൻ ആഗ്രഹിച്ചതുപോലെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, അങ്ങനെ ഒരു സങ്കല്പം ആദ്യം പ്രാവർത്തികമാക്കിയത് അത് തപസ്വിനി അമ്മയാണ്. അപ്പോൾ തപസ്വിനി അമ്മയുടെ സത്യസന്ധതയെക്കുറിച്ച് ഒരു കഥയും കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അത് കേട്ടാലാരും വിശ്വസിക്കുകയില്ല. അപ്പോൾ ഒരു ഇൻഡസ്ട്രിയൽ സ്കൂള് തുടങ്ങുകയുണ്ടായി ഒരു സമയത്ത്, എന്നാണെന്ന് നിശ്ചയമില്ല. അപ്പോൾ സ്കൂൾ ഇൻസ്പെക്ടർ വന്നു. അപ്പം അവരിതെല്ലാം എഴുതി കുത്തി പോകാൻ തുടങ്ങിയപ്പം തപസ്വിനിയമ്മയുടെ ശ്രദ്ധയിൽ ഒരു കാര്യം പെട്ടു. ഈ കുട്ടികളുടെ എണ്ണം കൂടുതൽ എഴുതിയിരിക്കുന്നു.
അവിടെ ഏതാണ്ട് 10-15 കുട്ടികളേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ഇരട്ടി കുട്ടികളുടെ പേരെഴുതിയിരിക്കുന്നു. തപസ്വിനിയമ്മ പറഞ്ഞു, അത്രയും കുട്ടികൾ ഇല്ലല്ലോ. അന്നേരം പറഞ്ഞു, അത് കാര്യമാക്കണ്ട, ഇതിനൊരു പ്രയോജനം കിട്ടുന്നതിന് വേണ്ടി നമ്മൾ കുറേ കുട്ടികളെ കൂടി എഴുതിയതേ ഉള്ളൂ. തപസ്വിനിയമ്മ അപ്പം തന്നെ കൊടയെടുത്തോണ്ടിറങ്ങി ആ ഇൻസ്പെക്ടറെ കുറിച്ച് പരാതി പറയാൻ, ഇതിൻ്റെ ഡയറക്ടറോട്. അവിടെ ചെന്നു ഡയറക്ടറോട് പരാതി പറഞ്ഞു. ഇല്ലാത്ത കുട്ടികളുടെയൊക്കെ പേര് വെച്ച് അത് ശരിയല്ല, അതുകൊണ്ട് ഒഴിവാക്കണം, ഉള്ള കുട്ടികളെ വെച്ച് ഇത് കാര്യങ്ങൾ നീക്കിയാൽ മതി. അപ്പം ഡയറക്ടറും പറഞ്ഞു, അത് സാരമാക്കേണ്ടതില്ല, അതങ്ങനെ തന്നെ അങ്ങ് ഇരുന്നോട്ട്, അത് ഞാനും കൂടെ അറിഞ്ഞുകൊണ്ടാണ്. ഓ ശരി. അവരവിടുന്ന് ഇറങ്ങി, വിടാൻ തയ്യാറല്ല. അപ്പോൾ അതിൻ്റെ ഇൻസ്പെക്ഷന് വരുന്ന അന്നത്തെ അധികാരി അയ്യാക്കുട്ടി ജഡ്ജിയാണ്. അദ്ദേഹം തൃശ്ശൂർ മജിസ്ട്രേറ്റാണ്. അവിടെ പോയി മജിസ്ട്രേറ്റിനോട് വിവരം പറഞ്ഞു. അന്നേരം അദ്ദേഹവും പറഞ്ഞു, അയ്യാക്കുട്ടി ജഡ്ജി എന്ന് പറയുമ്പോൾ സഹോദരൻ അയ്യപ്പൻ്റെ അമ്മായിയച്ഛനാണെന്ന് ഓർക്കണം. അദ്ദേഹം പറഞ്ഞു, ഇത് നമുക്കൊരു പ്രയോജനം ഉണ്ടാകുന്ന ഒരു കാര്യമല്ലേ, അതിനകത്ത് ദോഷമൊന്നുമില്ല, തെറ്റൊന്നുമില്ല, എല്ലാവരും അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഇനി അതിനെക്കുറിച്ച് വ്യാകുലപ്പെടണ്ട എന്ന് പറഞ്ഞ് അവരെ മടക്കി അയച്ചു. തപസ്വിനിയമ്മ അവിടെയും നിൽക്കുന്നില്ല, നേരെ വരികയാണ് സാക്ഷാൽ സഹോദരൻ അയ്യപ്പൻ്റെ അടുത്ത്. അയ്യപ്പൻ്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞപ്പോൾ അയ്യപ്പൻ ചൂടായി, തപസ്വിനിയമ്മയോട് തട്ടിക്കേറി. ഇവരൊന്നും ഉണ്ടാതെ ഇതെല്ലാം കേട്ട് നിന്ന് വെച്ച് ഇപ്രെ വന്നപ്പോ പാർവതി അയ്യപ്പന്, സഹോദരൻ അയ്യപ്പൻ്റെ ഭാര്യയോട്, എന്നെ അദ്ദേഹം ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നൊരു ചെറിയൊരു പരിഭവം പറഞ്ഞു വെച്ച് അവരിറങ്ങി ഒന്ന് പോയി. ആ എഴുതി പോയ രീതിയിൽ തന്നെ അതിന് മാന്യമായ ഒരു ഗ്രാൻറ്റും അനുവദിച്ചു. അത് വലിയൊരു ഗുണമായി അന്നത്തെ കാലത്ത്. പക്ഷേ തപസ്വിനിയമ്മയുടെ ആ മനസ്സ് നമുക്ക് ഇതിൽ നിന്നൊന്ന് മനസ്സിലാക്കാം. അനർഹമായിട്ടുള്ളത് നമുക്ക് വേണ്ട, അനർഹമായതൊന്നും നമുക്ക് വേണ്ട. എല്ലാം നേരെ വാ നേരെ പോ, തികച്ച് ഊർജ്ജമായ ഒരു മാർഗം. സഹോദരങ്ങളെ, ഇതുപോലൊരു മഹതി, തുടക്കത്തിൽ സൂചിപ്പിച്ചല്ലോ, ഇതൊരു സന്യാസിയായിരുന്നോ? ഈ തപസ്വിനിയമ്മയെ കുറിച്ച് പറയുന്നത് ഇവർ പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടില്ലെന്നാണ്. ഒരിടത്ത് കുത്തിയിരുന്നിങ്ങനെ പ്രാർത്ഥിക്കുക, പാരായണം ചെയ്യുക, ഇങ്ങനെയുള്ള ശീലങ്ങളൊന്നുമില്ലായിരുന്നു. പക്ഷേ ഏതൊരു കർമ്മത്തിൻ്റെയും കാര്യം ചർച്ചാ വിഷയമാകുമ്പോൾ തപസ്വിനിയമ്മ പറയും, അതൊക്കെ ഈശ്വര നിയോഗമല്ലേ. ആ വാക്കിനകത്തെല്ലാം ഉണ്ട്. ഇതെല്ലാം ഈശ്വര നിയോഗമല്ലേ, ഈശ്വരൻ ചെയ്യിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെ ഒരു ഉപകരണമായി ഈശ്വരഹിതമെന്തോ അത് ചെയ്യുക, അതായിരുന്നു അവരുടെ കർമ്മമായിരുന്നു അവരുടെ പ്രാർത്ഥന. ഇവർക്ക് ഒരു കാര്യവും കൂടെ ശ്രദ്ധിക്കാം. ജീവിതകാലത്ത് ഇവർക്ക് ഒരു ചികിത്സ വേണ്ടി വന്നിട്ടില്ലത്രേ. ഈ പകർച്ചവ്യാധികളെയൊക്കെ ചികിത്സിക്കുമെന്ന് പറഞ്ഞല്ലോ, എവിടെയെല്ലാം കയറി ഇറങ്ങി നടന്നു. പക്ഷെ ഇവർക്ക് പകർച്ചവ്യാധികളൊന്നും ഏൽക്കുകയുണ്ടായില്ല. രോഗമായിട്ട് ഇവർക്ക് അങ്ങനെ കിടക്കേണ്ടിയും വന്നില്ല. 95 വയസ്സെന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഏറെക്കുറെ ശരീരമൊക്കെ നല്ലപോലെ ക്ഷീണിക്കും. അതിൻ്റേതായ അല്പം അവശതകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ആരെയും കൂടുതൽ കഷ്ടപ്പെടുത്താതെ തന്നെയാണ് ആ സ്വാത്വി ആ സൗമ്യമായ മുഖത്തോടെ, ആ പാൽചന്ദ്രിക പോലെ ഉള്ള തെളിഞ്ഞ പുഞ്ചിരിയോടെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത്. അപ്പം നമുക്ക് ഇതുപോലുള്ള പ്രസ്ഥാനങ്ങൾ, ഇപ്പം ശ്രീനാരായണ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ നമ്മൾ പേരെടുത്ത് പറയേണ്ട പലരും ഉണ്ട്.
ഇപ്പൊ കെ ആർ ഗൗരിയുടെ കാര്യം മാത്രം നമ്മൾ പറഞ്ഞു. എത്രയോ പേർക്ക് ഇതുപോലുള്ള അവസരങ്ങൾ, ഈ അവസരമല്ലേ മറ്റൊരവസരം അവർക്ക് കിട്ടുമായിരിക്കാം, എന്തു ആയിക്കൊള്ളട്ടെ, തപസ്വിനി അമ്മയുടെ കാഴ്ചപ്പാട് വിദ്യ, ആ വിദ്യാ പ്രചരണം സ്ത്രീകളിലേക്കും കൂടെ എത്തുക. അപ്പം ഗുരുദേവന്റെ ഭാര്യാധർമ്മത്തിലുണ്ട്, നാരിമാർ അവർ കാക്കേണ്ടത് എങ്ങനെയാണ്? സ്വാത്മചാരിത്രം കൊണ്ടതുത്തമം എന്ന് പറഞ്ഞാൽ അവരവരുടെ ആന്തരവിശുദ്ധി കൊണ്ട് അവർ അവരുടെ സ്വയരക്ഷ, അല്ലെങ്കിൽ പാതിരാവരെ വിജനമായ വീതികളിൽ കൂടെ സ്വധർമ്മ നിർവഹണത്തിന് വേണ്ടി പദസഞ്ചാരം ചെയ്ത ഈ മഹതിയെ ആരും ഉപദ്രവിച്ചില്ല. ഒരു ഉപദ്രവവും അവർക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. ഗുരുദേവന്റെ ആ വാക്കുകൾക്ക് ഒരു ഉത്തമ ഉദാഹരണവും കൂടിയാണ് തപസ്വിനി അമ്മ. സ്വന്തം അന്തശുദ്ധി തന്നെ അവരുടെ രക്ഷയ്ക്കായി, സ്വന്തം അന്തശുദ്ധി തന്നെ അവരുടെ സർവ മാർഗങ്ങളെയും സുഗമമാക്കുന്നതിനായി ഒരു പ്രത്യക്ഷ ഉദാഹരണമായി വിളങ്ങുകയാണ്. 50 വർഷമായിരിക്കുന്നു ആ മഹതി നമ്മെ വിട്ടുപിരിഞ്ഞിട്ട്. ഇന്നും ആ പേര് കേൾക്കുമ്പോൾ അഞ്ജലിബദ്ധരാകുന്ന ആളുകളുണ്ട്. അത് പക്ഷെ ചുരുക്കമാണ്, ഇവരെക്കുറിച്ച് അറിയാവുന്നവർ മാത്രം. നമുക്കതുപോലെ ഇവർ സ്മരിക്കപ്പെടേണ്ടതാണ്. ഇങ്ങനെയുള്ള ആളുകൾ നമുക്കൊക്കെ മാതൃകയാണ്, പ്രചോദനമാണ്. തപസ്വിനി അമ്മയുടെ സ്മരണ എല്ലാ വർഷവും നമ്മൾ നടത്തേണ്ടതാണ്. നമ്മുടെ എല്ലാം ചുവരുകളിൽ ഇനി അതല്ല വല്ല സംഘങ്ങളോ പ്രാർത്ഥനാ സമിതികളോ ഒക്കെ ഇവരുടെ ആ ദിവ്യനാമം കൊണ്ട് ഇനി അലങ്കരിക്കപ്പെടേണ്ടതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൂടി എല്ലാവരുടെയും ശ്രദ്ധയെ ക്ഷണിച്ചുകൊണ്ട് തപസ്വിനി അമ്മയുടെ ധന്യസ്മരണകൾക്ക് പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ വാക്കുകൾ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം സ്വാമി.